അയോധ്യയിൽ നിന്ന് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസമാണ്. നമ്മളിപ്പോൾ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങൾ വട്ടിയൂർക്കാവിലെ അറപ്പുരയിലെ ഈശ്വരിയമ്മൻ സരസ്വതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ രാമായണ പാരായണം അമ്മമാരുടെ ഭക്തരാമമാരുടെ രാമായണ പാരായണം നടക്കുന്നു എന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും അവർ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. നമുക്ക് എന്തായാലും ആ രാമായണ പാരായണം നടത്തുന്ന ആ ഭക്തരായ അമ്മമാരെ കാണാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. എപ്പോഴും വന്നു രാവിലെ 8 മണിക്ക് 8 മണിക്ക് വന്നു. നിങ്ങൾ എല്ലാവരും അങ്ങനെ 8 മണിക്കൊക്കെ വന്ന് വരണം? അതിനു മുമ്പ് വന്നവരുണ്ട്. അതിനു മുമ്പ് വന്നവരുണ്ട്. എന്താണ് ഇന്ന് വന്ന് ഇങ്ങനെ രാമായണ പാരായണം നടത്താൻ കാരണം? എന്താണ്? അയോധ്യയിലെ പ്രതിഷ്ഠ. അതെ, എന്താണ് അയോധ്യയിലെ പ്രതിഷ്ഠയെ കുറിച്ച് അമ്മയ്ക്കുള്ള അഭിപ്രായം എന്താണ്? അത് എന്താണ് അങ്ങനെ നിങ്ങൾ രാമായണ പാരായണം നടത്താൻ തോന്നിയത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേക നിർദ്ദേശങ്ങൾ വല്ലതും ഉണ്ടോ അതോ സ്വയം തോന്നിയതാണോ? എന്താണ് കാര്യം? അത് അങ്ങനെ തോന്നാൻ കാരണം എന്താണ്? ആ ഭക്തിയാണോ നിറഞ്ഞു കിടക്കുന്നത്? അതെ അല്ലെ അമ്മ? എവിടെ ഇതിന്റെ അടുത്താണോ വീട്? എന്താണ് ജോലി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. വീട്ടമ്മ തന്നെയാണ്. എന്താ പേരെന്താണ്? എന്താണ് ഈ രാമായണ പാരായണത്തിന് രാവിലെ തന്നെ വന്നതാണോ? രാവിലെ വന്നിട്ട് വേണ്ട കുറച്ച് വായിച്ചിട്ട് ഹനുമാൻ കോവിലിൽ പോയിട്ട് അവിടെ ഞങ്ങളുടെ ഒരു ഭജന ഉണ്ടായിരുന്നു. ഭജന കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ച് മുന്നേ വന്നിട്ട് വീണ്ടും ഇത് എന്താണ് ഇന്നിങ്ങനെ രാമായണ പാരായണം വായിക്കാൻ എല്ലായിടത്തും എല്ലാ മനുഷ്യരെല്ലാം ഭക്തി നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സുവർണ അവസരം കിട്ടിയത്. അതിന് ഞങ്ങള് ഇനി സുവർണാവസരം എന്ന് പറയുമ്പോ ശ്രീരാമന്റെ അല്ലെങ്കിൽ വേറെ ആരും ആണെങ്കിലും ഇത് ഉണ്ടാവൂല, തീർച്ചയാണ്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു. ഹിന്ദുക്കൾക്ക് വേണ്ടി ഇത്രയും ഒരു ഇത് ചെയ്യാൻ ഒരാളുണ്ടായല്ലോ എന്നുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷമായിട്ടിരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളും ഒക്കെ അതാണ് അത് ഞങ്ങൾക്കൊരു അനുഗ്രഹം പോലെ തോന്നി. എൻ്റെ പേര് ഷേർലി നായർ. പഠിതാക്കളായിരുന്നു ആണ്. അപ്പം ഇതിനെക്കുറിച്ച് ഈ രാമായണത്തിൻ്റെ ഇത് വന്നപ്പോഴേക്കും രാമായണം എല്ലാവരും വായിക്കണം എന്നൊക്കെ പറഞ്ഞു. അതനുസരിച്ചാണ് ഞങ്ങളിത് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. ഞങ്ങൾ രാമായണം എപ്പോഴെല്ലാം രാമായണ മാസത്തിലും വായിക്കും. ശ്രീരാമ ഭക്തരാണ്. ഇങ്ങനെ ഒരു ശ്രീരാമ ക്ഷേത്രം ഉണ്ടായതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. വെച്ചാൽ എന്താണ് പറയണമെന്ന് പോലും അറിയാൻ വയ്യാത്ത അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം വരേണ്ടത്. അയോധ്യയിലാണല്ലോ ശ്രീരാമന്റെ ഇതൊക്കെ. അതുകൊണ്ട് ആ ഒരു ഇത് ശ്രീരാമന്റെ ജന്മസ്ഥലം. അപ്പൊ ആ ഒരു സന്തോഷം അവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി. അപ്പൊ എല്ലാ കാലവും അതിന് ഉണ്ടാവും. ആ ക്ഷേത്രത്തിന്റെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അത്രയും ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശ്രീരാമന്റെ 5 വയസ്സുള്ള ആ വിഗ്രഹത്തെ കണ്ടാൽ തന്നെ ഭക്തിയുള്ള ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായ ഒരു അനുഭൂതി ഉണ്ടാവുകയാണ്. അതെന്താണെന്ന് പറഞ്ഞറിയിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതിന്റെ പേരിൽ അവിടെയൊന്നും പോകാൻ ഇപ്പം ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ക്ഷേത്രത്തിലെങ്കിലും ഇരുന്ന് ഭഗവാനെ സ്മരിക്കണം, ഭഗവാന്റെ വചനങ്ങൾ വായിക്കണം. ആ ഒരു മനസ്സ് ഞങ്ങൾക്ക് സ്വയം ഉണ്ടായി ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് വായിക്കാൻ. ഈ ക്ഷേത്രം ഞങ്ങൾക്ക് എന്നും തുറന്നു തന്നിരിക്കുകയാണ്. ഞങ്ങളുടെ തന്നെ ക്ഷേത്രമാണ്, നാട്ടിലെ കുടുംബക്ഷേത്രമാണ്, എല്ലാം ആണ്. അപ്പൊ എന്തുകൊണ്ടും ഞങ്ങൾക്ക് അതിലൊരു പ്രത്യേക സന്തോഷം. ശാന്തി ഞങ്ങളുടെ ഇതിലുള്ള അംഗമാണ്. നമുക്ക് അയോധ്യയായിട്ട് ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ ശ്രീരാമനെ ഇത്രയും നമുക്ക് വർഷങ്ങളോളമായി ഞങ്ങളുടെ ഇതാ കാത്തിരുന്ന ദിവസമാണ് ഇതിലേക്ക്. അതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മനസ്സ് നിറഞ്ഞാണ് വായിക്കാൻ. നിറഞ്ഞു പറഞ്ഞാൽ പറ്റൂല പറയാനായിട്ട്. അതെ അമ്മയ്ക്ക് എന്താണ് പെട്ടെന്ന് പറയാനുള്ളത്? രാമായണം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രാമായണം പഠിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് ഇത് ഭക്തി വരും. രാമായണം പഠിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് അറിവ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വായിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ വന്നിട്ട് വായിക്കും. ഈ പ്രതിഷ്ഠയായിട്ട് ബന്ധം എന്തെങ്കിലും ഉണ്ടോ? പ്രതിഷ്ഠ എല്ലാവർക്കും ബന്ധം തന്നെയല്ലോ. രാമന്റെ കാര്യമല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്ക് പ്രതിഷ്ഠയും കാര്യങ്ങൾ പറയുകയും എടുക്കുകയും ചെയ്യുന്നത് വളരെ സന്തോഷം. അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എന്നാൽ ഈ പ്രതിഷ്ഠ എനിക്കെതിരായിട്ട് കുറെ അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. ആ പ്രതിഷ്ഠ ഇപ്പൊ നടത്താൻ പാടില്ലായിരുന്നു, അമ്പലം പണി പൂർത്തിയാക്കിയിട്ടില്ല, ഇത് അനാവശ്യമായ ഒരു പരിപാടിയാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. അതിനെ കുറിച്ച് എന്താണെന്ന് പറയാം? അത് പറയാൻ എന്ത് ചെയ്താലും 2 അഭിപ്രായം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ അഭിപ്രായത്തെ മാനിക്കേണ്ട. ഭക്തിയുള്ള ഞങ്ങൾക്കൊക്കെ ഭക്തിയിൽ മാത്രമാണ് വിശ്വാസം.
ഭഗവാനിലും ഭഗവാന്റെ ഭക്തിയിലും അതിൽ മാത്രമാണ് ഞങ്ങൾക്കൊക്കെ വിശ്വാസം. ഞങ്ങൾ പ്രായമായ അമ്മകളാണ്, മറ്റു വശങ്ങളൊന്നും ഞങ്ങൾക്ക് അതിൽ കൂടുതൽ പറയാനില്ല. ഈശ്വരനെ പ്രതിഷ്ഠിച്ചു, അപ്പോൾ അതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷം. ആ ഒരു ഇതൊന്നാ ഞങ്ങളിപ്പോൾ കുറേ കാലം, ഒരു 12 വർഷത്തോളം കൊണ്ട് ഞങ്ങൾ ഈ ഭക്തി മാർഗത്തിലാണ്. അല്ല, അപ്പൊ ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? അവര് അത് എന്തിനും ഒരു എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അവര് അവരുടേതായ വോയിസ് അവരുടെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് അവരുടെ മനസ്സിൽ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഞങ്ങളെ ആക്ഷേപിക്കാം, എന്തോ ഭക്തി അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, അത് ചോദിക്കാം. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ അഭിപ്രായം അവരുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ തോന്നണമായിരിക്കാം, ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് തോന്നണമായിരിക്കാം, പലതരത്തിൽ തോന്നണമായിരിക്കാം. ഈശ്വര വിശ്വാസം കുറഞ്ഞവർക്ക് അത്രത്തോളം ഒന്നും തോന്നൂല. നമ്മളെപ്പോലെ നമുക്കൊക്കെ ഈശ്വര പ്രായമാകുമ്പോൾ കൂടി വരുമല്ലോ. ആ തരത്തിലൊക്കെ വന്ന് എത്തിച്ചേർന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലായിട്ട് പറയാറില്ല. അല്ല, ഈ ക്ഷേത്രം നിർമ്മാണം ഇതിൽ രാഷ്ട്രീയമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത്? അങ്ങനെ രാഷ്ട്രീയമുണ്ടോ? ക്ഷേത്രത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം കലർത്തൂല. അല്ല, ഇപ്പോഴും ആ ക്ഷേത്രം, അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിൽ രാഷ്ട്രീയമുണ്ടോ? ഇല്ല. എവിടെ ക്ഷേത്രം ഉണ്ടാക്കിയാലും അവിടെ രാഷ്ട്രീയം വരാൻ പാടില്ല. പിന്നെ ഉണ്ടാക്കുന്നവരുടെ മനസ്സിന്റെ കഥ നമുക്കറിയില്ല. രാഷ്ട്രീയവും ദൈവം രാഷ്ട്രീയത്തിലൊന്നുമില്ല. സകലതും ദൈവമാണ് സൃഷ്ടിക്കുന്നത്. രാഷ്ട്രീയമായാലും മനുഷ്യരായാലും എന്തായാലും ഭഗവാന്റെ ഇച്ഛയാണ് അതൊക്കെ. അതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും രണ്ടു തരത്തിൽ. അത് നമുക്കിപ്പം മാറ്റാൻ പറ്റൂല. മനുഷ്യന്റെ മനസ്സുകളാണ്, മാത്രമല്ല അവരുടെ അഭിപ്രായങ്ങളാണ്. സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ എനിക്കിത് പറയാമെങ്കിൽ അവർക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ രീതിയിൽ നമ്മൾ എടുത്താൽ മതി അതിനെ. പിന്നെ ഭഗവാന്റെ ക്ഷേത്രം ഉണ്ടാകുന്നത് എവിടെയായാലും, ഇപ്പൊ അയോധ്യയിലല്ല, ഈ ലോകത്തിന്റെ ഏത് കോണിലും ഭഗവാൻ ക്ഷേത്രം ഉണ്ടാകുന്നത് കൊണ്ടുള്ള പുണ്യം എന്തെന്ന് വെച്ചാൽ വരും തലമുറയിലോട് ഉൾക്കൊണ്ട നല്ലൊരു സമൂഹത്തിനെ കെട്ടിപ്പടുക്കാം, ശാന്തി സമാധാനമുള്ള. ഞാൻ ഉൾക്കൊള്ളോ ഇല്ലേ അത് നമുക്കറിഞ്ഞൂടാ. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഇവിടെ വരുന്നു, എന്റെ മക്കൾ ഉൾക്കൊണ്ടാലേ എനിക്ക് ഭാഗ്യം, അവർക്കും ഭാഗ്യം. അപ്പൊ ശാന്തി സമാധാനം ഉണ്ടാവും. മറ്റങ്ങനെയല്ല, മനസ്സിന് എപ്പോഴും ഒരു ക്രോധം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ഭൗതിക സുഖങ്ങളിൽ മാത്രം മുഴുകി എന്തിനും ക്രോധം വരും. അപ്പം മത്സര ബുദ്ധി വരും. അപ്പം മത്സരിക്കണമെന്ന് തോന്നും. അതൊക്കെ സമൂഹത്തിന് ദോഷമല്ലേ. നമ്മള് അതുകൊണ്ടല്ലേ ഇപ്പൊ കൂടുതലായി. തീർച്ചയായിട്ടും അതിന് കുറച്ച് ആത്മീയമായിട്ടുള്ള ഒരു ചിന്തയും ഒക്കെ സമാധാനം ഉണ്ടാവണമെങ്കിൽ അതുണ്ടാവണം. അതിൽ പ്രധാനം അമ്പലങ്ങളാണ്. അമ്പലത്തിൽ പോയാലേ വരുള്ളൂ. നമ്മൾ അവിടെ ഇപ്പൊ ഞങ്ങൾ അമ്പലം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് കൂട്ടായ്മയായിട്ട് വായിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ ഒരാൾക്കല്ലേ ഇരുന്ന് വായിക്കാൻ പറ്റും. ആ കൂട്ടായ്മ വായിക്കുമ്പോൾ എല്ലാവരും പരസ്പരം മനസ്സിലാക്കാനും എല്ലാവരും ഉൾക്കൊള്ളാനും ഒക്കെ തയ്യാറാവും. ഒരു വിട്ടുവീഴ്ച ചെയ്യാനും എല്ലാത്തിനും വരും. അത് കൊച്ചു കുട്ടികളിൽ വേണം കൂടുതൽ വരാൻ. ഞങ്ങളുടെയൊക്കെ കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കണ്ടവർ വന്നാൽ കൊള്ളാം. അല്ല, അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പുതിയ തലമുറ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാക്കണുണ്ട്. ഇപ്പൊ കാരണം നമ്മളെ വീട്ടിൽ വായിക്കുമ്പോൾ അവരും ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കാതിരിക്കില്ലല്ലോ. ഞങ്ങൾ ഈ വീട്ടിലിരുന്നു ഇത് വായിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് അതിനകത്തൊരു താല്പര്യം വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ സ്വഭാവം കുറച്ച് അവരിൽ വരും. അപ്പൊ കുറച്ച് ആ ഒരു രീതി വരും. അത് എല്ലാവരിലും വന്നാൽ സമൂഹത്തിന് കൊള്ളാം. അല്ല, ഇന്ന് വീട്ടില് വിളക്ക് കത്തിച്ചു നിങ്ങൾ എല്ലാവരും വീടുകളിൽ വിളക്ക് കത്തിച്ചു. വൈകുന്നേരം കത്തിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയം വിളക്ക് വെച്ചു. എന്നിട്ടാണ് വീണ്ടും വന്നത്. എന്നിട്ട് ഇനി വൈകുന്നേരം 5 തിരിയിട്ട് വിളക്ക് 12 ആ ടൈമിന് ഞങ്ങൾ കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ അമ്പലത്തിൽ വന്നിരുന്നു. ഇനി വൈകുന്നേരം ചിരാതുകൾ കത്തിക്കും അല്ലേ? താങ്കളുടെ പേര് എന്താണ്? ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി മെമ്പറാണ്, ജോയിന്റ് സെക്രട്ടറിയാണ്. അതായത് വട്ടിയൂർക്കാവ് അറപ്പുര ഈശ്വരീയമ്മൻ സരസ്വതി ക്ഷേത്രം അല്ലേ, അതിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിൽ എന്തെങ്കിലും പ്രത്യേക പൂജയോ അങ്ങനെ എന്തെങ്കിലും? കാലത്തെ പൂജ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോയിട്ട് പിന്നെ വൈകിട്ട് വരും. വൈകിട്ട് വന്ന് പോറ്റയ്ക്ക് അറിയാവോ അതിനെ പറ്റി? അല്ല, ഈ അയോധ്യയിലെ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. അപ്പൊ ഇവിടെ ഇന്ന് ഈ രാമായണ പാരായണം നടക്കുന്നുണ്ടല്ലോ, അതെന്താണ്? അതവര് അവരുടെ ഒരു താല്പര്യം കണക്കിൽ വായിക്കുന്നത്. അമ്പലത്തിൽ പറഞ്ഞ് അവര് സമ്മതം കൊടുക്കും, അതങ്ങനെ വായിക്കും. അങ്ങനെയാണ്. അത് കാലത്ത് 6 മണി തുടങ്ങി. അത് ശരി. കാണാൻ പോകും. ഇതിപ്പോ എല്ലാ ദിവസവും നമ്മള് അമ്പലം തുറക്കുന്നു. എന്നും കാലത്ത് 5:30 ഉറക്കും, 8:30 അടയ്ക്കും. വൈകിട്ട് 5:30 ഉറക്കും, 7:30 അടയ്ക്കും. ഈ എന്നിട്ട് നമ്മളെ ഈ പിന്നെ വിദ്യാനവമി ആ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് 10 ദിവസം പൂജയാണ്. വന്ന് കാലത്ത് നേരത്തെ തുറക്കും, 4 മണിക്ക് ഉറക്കും, താമസിച്ച് അടയ്ക്കുള്ളൂ. വൈകിട്ട് നേരത്തെ തുറക്കും, താമസിച്ച് അടയ്ക്കുള്ളൂ. അപ്പൊ ഈ അയോധ്യയിൽ ഇപ്പൊ ഇന്ന് നടന്ന പ്രാണപ്രതിഷ്ഠ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക്? അത് വേണ്ടതാണ്, നല്ലതാണ്, അത് ആവശ്യമുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടതാണെന്ന് പറയാൻ തോന്നിയത്? ശ്രീരാമന്റെ ഇതല്ലേ, ശ്രീരാമൻ നമ്മൾ ആരാധിക്കേണ്ടതല്ലേ.
അപ്പോൾ നമ്മളത് ആരാധിക്കണം. അപ്പോൾ അതൊക്കെ ഇതിനുമ്പോഴത്തേക്ക് ആൾക്കാർ ആരാധിക്കാൻ പോകത്തുള്ളൂ. ആ. മനസ്സിലങ്ങനെ മനസ്സിലവർക്ക് തോന്നുള്ളൂ, ആ. ചെയ്യണമെന്നില്ല. അപ്പോൾ അത് വേണ്ടതാണ്, ആവശ്യമാണ്. അല്ല, ഈ അയോധ്യയിൽ തന്നെ ക്ഷേത്രം വന്നതിനെ കുറിച്ച് അയോധ്യ രാമൻ ജന്മിച്ച അയോധ്യയിലാണെന്ന് പറയുന്നത്. ആ. അതുകൊണ്ടാണ് അയോധ്യ തന്നെ കെട്ടാൻ കാരണം. അതാണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് അതെ, പറയുന്നത്. അതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അതായിരിക്കും അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അയോധ്യ പണിയാനും ഇത് ചെയ്യാനും കാരണം. അല്ല, അതിന് ഒരുപാട് ഈ എതിർ അഭിപ്രായങ്ങൾ ഇപ്പോഴും വരുന്നു. അഭിപ്രായം അത് പലർക്കും പറയും. അങ്ങനെ അത് പറഞ്ഞ കാര്യം, അത് രാഷ്ട്രീയമാണ്. ആ. അത് നമ്മളോട് ഒരു കാര്യമില്ല. ആ. നമുക്ക് നമ്മുടെ കാര്യം നോക്കുക. അയോധ്യ അതിൻ്റെ പവിത്രത നമ്മൾ നോക്കി നടക്കുക. അപ്പൊ ഇതിനെ എതിർത്ത് വരുന്ന മുഴുവൻ രാഷ്ട്രീയമാണ്, ഇതൊക്കെ രാഷ്ട്രീയമാണ്. അതിനകത്ത് ഭക്തിയില്ല. അത് ഭക്തിയുള്ള പറയില്ല. പറയില്ല. ആ. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഭക്തിയുള്ളതാണ്, ഭക്തിയാണ്. ഭക്തിയുള്ള എതിർക്കില്ല. അപ്പോൾ എതിർക്കുക എന്ന് പറയുന്നത് കംപ്ലീറ്റ് പൊളിറ്റിക്സ് തന്നെ. അവരെ അത് പറയുന്നു. അല്ല, ഈ എതിർക്കുന്നവർ വീണ്ടും തിരിച്ചിനി ഇതേപോലെ ഇതിനെ മാറ്റി പറഞ്ഞിട്ട് ഇതുമായിട്ട് സഹകരിച്ചു വരുമോ? അങ്ങനെ വല്ല പ്രതീക്ഷ സഹകരിച്ച് വരാം. ദൈവത്തിന്റെ ഭാഷമാണ്. വരും എന്നുള്ളതാണ്. വരും എന്നുള്ളതാണ്. അതെ, അതെ, എന്തായാലും വരും. സർക്കാരും പറയണമെങ്കിലും ആരെ മനസ്സിൽ മാറ്റം ഉണ്ടാവും. അതൊരു വാസ്തവമാണ്. എല്ലാവരും അതെ. നമ്മൾ എന്ത് എതിര് പറഞ്ഞാലും പിന്നെ നമുക്ക് താനേ അത് മാറ്റം ഉണ്ടാവും, പോവും. അപ്പൊ ഇപ്പോഴും ഇവരും ഈ എതിർക്കുന്നവരും അങ്ങനെ അവർ താനേ ഇങ്ങോട്ട് വരും. അതൊരു ദൈവികമാണ്. അതാണ് കാര്യം. അപ്പോൾ നമുക്ക് പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഈ പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന ഈ കോലാഹലങ്ങളും ഈ വിവാദങ്ങളൊന്നും വലിയ പ്രസക്തമല്ല. അതൊന്നും അതിന് വെറും രാഷ്ട്രീയമാണ്. പക്ഷേ ആ രാഷ്ട്രീയമാണെങ്കിൽ പോലും അവർ പിന്നീട് ഇതെല്ലാം തിരുത്തിയിട്ട് ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായിട്ടും ക്ഷേത്രവുമായിട്ട് വളരെ സഹകരിക്കുകയും ക്ഷേത്രത്തിൽ പോവുകയൊക്കെ ചെയ്യും എന്ന് തന്നെയാണ്. അത് ദൈവത്തിൻ്റെ ഒരു നിശ്ചയമാണ് എന്ന് തന്നെയാണ് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വിശ്വാസം. പൊതുവിൽ അത് തന്നെയാണ് നമ്മളും കാണുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഇവിടെ അമ്മമാർ ഈ പ്രതിഷ്ഠ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മമാർ ഇവിടെ വന്നിട്ട് രാമായണം വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ പ്രാണപ്രതിഷ്ഠ സമയത്ത് അവർ വീടുകളിൽ പോയി വിളക്ക് കത്തിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം അവർ വീടുകളിൽ ചിരാതുകൾ കത്തിച്ച് ആ രാമക്ഷേത്ര നിർമ്മാണം ആഘോഷമാക്കാനും ഭക്തി നിർമ്മാണമാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടമില്ല എന്ന് തന്നെയാണ് കാണേണ്ടത്.